എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പൊ വിഷുവിനൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഉണ്ണിയപ്പം, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ പല ആൾക്കാർക്കും ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം ഉണ്ണിയപ്പത്തിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. നമുക്ക് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 മണിക്കൂർ മിനിമം എന്തായാലും സോക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും സോക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു 350 ഗ്രാം വെള്ളം കൂടി എടുത്തിട്ടുണ്ട്, അതായത് ശർക്കര. 2 ഗ്ലാസ് പച്ചരിക്ക് ഒരു 350 മുതൽ 400 ഗ്രാം ശർക്കര വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യേണ്ടത് ഈ പച്ചരിനെ നന്നായിട്ട് അരക്കുകയും വേണം, അതേപോലെ ഈ ശർക്കര പാനിയാക്കുകയും വേണം. അപ്പൊ അത് നമുക്ക് ഇപ്പം ചെയ്യും. അപ്പൊ അരക്കാനായിട്ട് നമുക്ക് ഈ പച്ചരി ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എത്ര വെള്ളം എടുത്തിനെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പച്ചരിയൊക്കെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ വെള്ളം അത്രയൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മളെ ഉണ്ണിയപ്പം ശരിയാവില്ല. അപ്പൊ അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഉണ്ടാക്കാം. ഒരു പാത്രം വെക്കുക, അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം ആയി പോകരുത്, 1/4 ഗ്ലാസ് മാത്രം മതി. അപ്പോൾ ഈ ശർക്കര മുഴുവനായിട്ടും അലിയുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു. ഇതേപോലെ നൊര ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരുപാട് തണുക്കണ്ട, ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ അരച്ചു വെച്ച പച്ചരിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. നല്ല ചൂടിൽ ചേർക്കണ്ട, ഒരുപാട് തണിയാൻ വേണ്ട, ഒരു ചെറു ചൂടിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളെ കൂട്ട് നല്ല ലൂസ് പോലെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മൈസൂർ പഴം മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മളെ നാട്ടിലൊക്കെ മൈസൂർ പഴം എന്നാണ് പറയുന്നത്, ചില നാട്ടിലൊക്കെ പാളയംകോടൻ പഴം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 3 മൈസൂർ പഴം മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നേരത്തെ അരി അരച്ച മിക്സിയിൽ തന്നെയാണ് അരച്ചത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 120 ml കപ്പാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മൈദയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂർ അനക്കാതെ വെക്കണം. എന്നിട്ട് മാത്രം നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിന് മുൻപായിട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചിലവരൊന്നും നെയ്യിൽ വറുക്കാതെയും ചേർക്കും. അതേതാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മൾ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മെല്ലനെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നിങ്ങൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല, ഒരുപാട് ലോ ആവണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഈ ഒരു കളറ് നമുക്ക് കിട്ടണം. ശ്രദ്ധിച്ച് മാറ്റണം, ചിലപ്പോൾ എണ്ണയൊക്കെ കയ്യിലാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് എല്ലാ അപ്പവും ഇതേപോലെ ചുട്ടെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക് യു.